ഹലോ എവരിവൺ, IVF ജേണിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് സംസാരിക്കുന്നത് നമ്മുടെ പ്രഗ്നൻസിയുടെ ആദ്യത്തെ 3 മാസം മിസ്കാരേജായി പോകാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ β-HCG പോസിറ്റീവ് ആയ ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയുന്നത്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാനായിട്ട് ശ്രദ്ധിക്കുക. എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ആയിരിക്കുമെന്നത് എനിക്ക് ഒരു സംശയമൊന്നുമില്ല. അപ്പോൾ ഒരു പോസിറ്റീവ് എനർജി എല്ലാവർക്കും കിട്ടുവാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. അപ്പോൾ അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ടും കാണാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇൻഫെർട്ടിലിറ്റി സംബന്ധമായ വീഡിയോകളൊക്കെയാണ് ഈ ചാനലിൽ മെയിനായിട്ട് ഇടുന്നത്. അപ്പോൾ അത് ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മദർഹുഡ് എന്ന് പറഞ്ഞത് വളരെ ഒരു ഫീലിംഗ് ആണ്. നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സ്വീറ്റസ്റ്റ് ഗിഫ്റ്റാണ് ബേബീസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രത്യേകിച്ചും ഒരു IVF അല്ലെങ്കിൽ നോർമൽ പ്രഗ്നൻസി എന്തിലായാലും നമുക്കൊരു പോസിറ്റീവ് ആയതിനു ശേഷം നമ്മൾ പിന്നെ എല്ലാം ചെയ്യേണ്ടത് നമ്മുടെ ബേബിക്ക് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയുന്നത്. ഒന്നാമതായിട്ട് മെയിൻലി 2-3 കാര്യങ്ങളും ശ്രദ്ധിക്കണം. മെയിൻലി ഫോക്കസ് ഓൺ ഫസ്റ്റ് തിങ് ഇസ് എ ഫുഡാണ്. അപ്പോൾ നമ്മൾ ഇനി മുതൽ കഴിക്കുന്ന എല്ലാ ഫുഡും ബേബിക്ക് വേണ്ടിയായിരിക്കണം. അപ്പോൾ ഫുഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും പ്രത്യേകിച്ചും ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നിങ്ങൾ ഫോളിക് ആസിഡും കാൽസ്യം റിച്ചും ഫുഡും കഴിക്കണം. ഫോളിക് ആസിഡ് എന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഫോളിക് ആസിഡ് കഴിക്കുന്നത്. അപ്പോൾ ഫോളിക് ആസിഡ് അതാണ്. കാൽസ്യം എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ സ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ്, അപ്പോൾ എല്ലുകളും മറ്റും സ്ട്രക്ചേഴ്സ് എല്ലാം ഡെവലപ്പ് ചെയ്യുന്ന കാൽസ്യമാണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഫോളിക് ആസിഡ് പ്ലസ് കാൽസ്യം റിച്ച് ഫുഡാണ് കഴിക്കേണ്ടത്. അപ്പോൾ ഫോളിക് ആസിഡ് ഫുഡ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ മെയിനായിട്ട് ഇലക്കറികൾ, ചീര, ബ്രൊക്കോളി അങ്ങനെയുള്ളത്. പിന്നെ സിട്രസ് ഫ്രൂട്ട്സ് ഒക്കെ ധാരാളം കഴിക്കാം. ഓറഞ്ച്, മുസമ്പി, കിവി അങ്ങനെ എന്തെങ്കിലും കഴിക്കാം. പിന്നെ കാൽസ്യം റിച്ച് എന്ന് പറയുമ്പോഴത്തേക്കും മെയിനായിട്ട് പാലാണ്. പിന്നെ പാല് നിങ്ങൾ പാക്കറ്റ് പാൽ മേടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പാസ്ചറൈസ് ചെയ്ത പാൽ തന്നെ കഴിക്കുക. പിന്നെ എക്സ്പയറി ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഹോം മെയ്ഡ് വീട്ടിലുള്ള പാലാണെങ്കിൽ അതാണ് ഏറ്റവും സേഫസ്റ്റ് എന്ന് ഞാൻ പറയുള്ളൂ. പിന്നെ തൈര്, ഇതെല്ലാം കാൽസ്യം റിച്ച് ആണ്. പിന്നെ നോൺ വെജ് കഴിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ നമുക്ക് പറയുവാണെങ്കിൽ നമ്മൾ മീനുകൾ, ചെറിയ മീനുകളിലെല്ലാം ധാരാളം കാൽസ്യം ഉണ്ട്. അതിൻ്റെ മുള്ളുകളിലാണ് ധാരാളം കാൽസ്യം ഉള്ളത്. ചെറിയ മത്സ്യങ്ങൾ കഴിക്കുന്നത് എന്തുകൊണ്ടും ബെനിഫിഷ്യനാണ്. പക്ഷേ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു, വലിയ മത്സ്യങ്ങൾ ഒഴിവാക്കുക. അതിലും മെർക്കുറി കണ്ടന്റ് ഉണ്ട്. അത് ഇച്ചിരി പോയിസണസ് ആയിരിക്കും. അത് നമ്മുടെ ബേബീനെ ഹാംഫുൾ ആയിരിക്കും. നമുക്ക് ചിലപ്പോൾ അത്ര പ്രശ്നമൊന്നും വരത്തില്ല. പക്ഷേ ബേബീസ് സ്മോളാണ്. അതിനത് എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് കൊണ്ട് തന്നെ ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് വലിയ ഫിഷസ് നമ്മൾ ഒഴിവാക്കുക. ഫുഡിൻ്റെ കാര്യത്തിൽ ഡൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് ഫോളിക് ആസിഡും കാൽസ്യം റിച്ചും ഫുഡും കഴിക്കുക. അതിൽ ഇലക്കറികൾ, സിട്രസ് ഫ്രൂട്ട്സ്, പിന്നെ വരുന്നതെന്ന് പറയുമ്പോൾ പാല്, അങ്ങനെയുള്ള തൈര്, അതങ്ങനെ കാര്യങ്ങളാണ് വരിക. പിന്നെ ഫിഷസും കഴിക്കാം, ചെറിയ മത്സ്യങ്ങളും കഴിക്കാം. പിന്നെ കുറച്ച് ഡോൺസും ഉണ്ട് നമ്മൾ കഴിക്കാൻ പാടില്ലാത്ത. എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ്. ഡോൺസിൽ മെയിനായിട്ടെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പപ്പായയും പൈനാപ്പിളും കഴിക്കാതിരിക്കുക. അപ്പോൾ അത് പ്രത്യേകിച്ചും പച്ച പപ്പായ, അതായത് പഴുക്കാത്ത പപ്പായ കഴിക്കാതിരിക്കുക. പൈനാപ്പിൾ അത് യൂട്രസിന് കോൺട്രാക്ഷൻ ഉണ്ടാക്കും. അതുപോലെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നിങ്ങളത് ഒഴിവാക്കുക. ചിലർക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരിക്കും. സ്റ്റഡീസിൽ അങ്ങനെ പ്രത്യേകം ഒന്നും പറയുന്നില്ല. എങ്കിലും നമ്മുടെ പൂർവികരായിട്ട് പറഞ്ഞു വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് രണ്ടും ഒഴിവാക്കുക. ഇത് മാത്രമല്ല, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഈ സമയത്ത് ജങ്ക് ഫുഡ് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. ജങ്ക് ഫുഡ് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ജസ്റ്റേഷണൽ ഡയബറ്റീസ് വരാനുള്ള സാധ്യതയുണ്ട്. അതിൽ ആർട്ടിഫിഷ്യലായിട്ടുള്ള കളേഴ്സ് ഉണ്ടാകും, ഷുഗർ ഉണ്ടാകുമ്പോൾ ജസ്റ്റേഷണൽ ഡയബറ്റീസിനൊരു ചാൻസ് ഉണ്ട്. നമുക്ക് ഓവർ വെയിറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ ടേസ്റ്റ് കൂടാനായിട്ട് ചേർക്കുന്ന അജിനോമോട്ടോ, പിന്നെ KFC അങ്ങനെ അതൊന്നും തന്നെ കഴിക്കാതിരിക്കുക. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഫുഡുകൾ മാത്രമായിട്ട് കഴിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇപ്പം നമ്മൾ ചിലപ്പോൾ ചില ആൾക്കാരെങ്കിലും ബുൾസൈ അടിച്ച് കഴിക്കുന്ന ആൾക്കാരുണ്ടാകും. പക്ഷേ നമ്മൾ ഫുള്ളി കുക്ക്ഡ് ആയിട്ടുള്ള മീൽസ് മാത്രം കഴിക്കുക. അണ്ടർ കുക്ക്ഡ് ആയിട്ടുള്ള ഒരു സാധനം കഴിക്കാതിരിക്കുക. പ്രത്യേകിച്ച് ബുൾസൈ അടിച്ച് കഴിക്കാതിരിക്കുക. എന്നാൽ മുട്ട കംപ്ലീറ്റ് നന്നായിട്ട് വറുത്ത് ഫ്രൈ ആയി വരുന്നതാണെങ്കിൽ കഴിക്കാവുന്നതാണ്, നല്ലതാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാടൻ മുട്ട കഴിക്കുകയാണെങ്കിൽ അതാണ് ബെനിഫിഷ്യൽ ആയിട്ടുള്ളത്.
അപ്പോൾ അണ്ടർ കുക്ക്ഡ് ആയിട്ടുള്ള ഒന്നും തന്നെ കഴിക്കാതിരിക്കാം. പിന്നെ ഫ്രഷ്ലി കുക്ക്ഡ് ആയിട്ടുള്ള ഫുഡ് വേണം കഴിക്കാനായിട്ട്. പിന്നെ നിങ്ങൾ പുറത്തുനിന്ന് കഴിക്കാതിരിക്കുക. പുറത്തുനിന്നൊക്കെ സാലഡ് വാങ്ങുന്ന ആൾക്കാരാണെങ്കിൽ അത് എപ്പോൾ ഉണ്ടാക്കിയെന്ന് പറയാൻ പറ്റത്തില്ല. അത് ഫ്രഷ് ആയിട്ട് കുക്ക് ചെയ്ത് മാത്രമേ നിങ്ങൾ കഴിക്കാൻ പാടുള്ളൂ. ഈ സമയത്ത് ഫുഡ് ഇൻഫെക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ കുഞ്ഞിനെ വളരെ മോശകരമായിട്ട് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത് ഒഴിവാക്കുക. ഫുഡിൻ്റെ കാര്യത്തിൽ അതാണ് പറയാനുള്ളത്. ഞാൻ മെയിൻ ടോപ്പിക്ക് കവർ ചെയ്തു. പിന്നെ എന്താണെന്ന് ഫുഡിൻ്റെ പിന്നെ നിങ്ങൾ ധാരാളമായിട്ട് നട്ട്സും ഇതെല്ലാം ഫ്രൂട്ട്സും എല്ലാം ഡയറ്റിൽ ഉൾപ്പെടുത്തുക. പിന്നെ രണ്ടാമത്തേന്ന് പറയുമ്പോൾ ഒന്നും ഫുഡിൻ്റെ കാര്യം പറഞ്ഞു. രണ്ടാമതെന്ന് പറയുന്നത് നമ്മുടെ റുട്ടീൻസും കൂടി അതിന് ഇമ്പോർട്ടൻസ് ആയിട്ട് ബാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അത്രയും കാലം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്ന നമ്മൾ സ്ഥിരമായിട്ട് എക്സസൈസ് ചെയ്തുകൊണ്ടിരുന്ന ആളാണെങ്കിൽ എക്സസൈസ് ചെയ്യാം. പക്ഷേ അത് ഒരു ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മാത്രം ചെയ്യുക. പ്രത്യേകിച്ചും നമുക്ക് ഹെവി ആയിട്ടുള്ള എക്സസൈസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഡോക്ടറോട് ചോദിച്ച ശേഷം മാത്രം നിങ്ങൾ ചെയ്യുക. അതാണ് റുട്ടീൻസിൽ പറയുന്നത്. നമ്മൾ ഇതിന് കൃത്യസമയത്ത് കിടന്നുറങ്ങുക. നിങ്ങൾക്ക് ഒരു 10 മണിക്കൂറെങ്കിലും ഉറക്കം വേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ രാവിലെ എഴുന്നേറ്റ് ഒരു മോർണിംഗ് വാക്കൊക്കെ നല്ലതാണ്. ഒരു 10-15 മിനിറ്റ് തന്നെ നടക്കുക. നിങ്ങൾ എക്സസൈസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മറ്റ് എക്സസൈസിലേക്ക് പോകുന്നതിന് രാവിലെ ഒരു 10-15 മിനിറ്റ് നടക്കുകയാണെങ്കിൽ അത് വിറ്റാമിൻ ഡി ലഭിക്കാനായിട്ട് സഹായകരമായിരിക്കും. അപ്പോൾ കുഞ്ഞിന് അങ്ങനെ വളരെ ഗുണകരമായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒരു ബ്രിസ്ക് വാക്ക് അതാണ് എൻ്റെ അഭിപ്രായത്തിൽ ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ റുട്ടീൻസ് പിന്നെ നിങ്ങൾ അധികം നേരം മൊബൈൽ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതെല്ലാം കുറയ്ക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എക്സസൈസ്. പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ അതുവരെ ചെയ്യാതിരുന്ന ഒരു കാര്യങ്ങളും പുതിയ എക്സസൈസ് പുതിയത് എന്തെങ്കിലും തന്നെ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാതിരിക്കുക. ചിലപ്പോൾ നിങ്ങളുടെ ബോഡി അപ്പോൾ എപ്പോഴും റിയാക്ട് എങ്ങനെയാണ് പറയാൻ പറ്റത്തില്ല. നിങ്ങൾ അതുവരെ യൂസ്ഡ് ആയിട്ടിരുന്ന എക്സസൈസുകൾ മാത്രം ചെയ്യുക. എൻ്റെ അഭിപ്രായത്തിലാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നടക്കുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത്. ഒരുപാട് ശരീരം ക്ഷീണിപ്പിക്കുന്ന എക്സസൈസ് ചെയ്യാതിരിക്കുക. പിന്നെ നിങ്ങളുടെ അടിവയറിന് സ്ട്രെയിൻ വരുന്ന ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കുക. വീട്ടുപണി ആയാലും എക്സസൈസ് ആയാലും എന്ത് തന്നെ ആയാലും. അപ്പോൾ അത് ആണ് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും റുട്ടീൻസ് പറഞ്ഞു. പിന്നെ നമ്മുടെ മൈൻഡ്. അപ്പോൾ മൈൻഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദേഷ്യപ്പെടുവാണെങ്കിൽ നമ്മളിൽ എന്ത് ഫീലിംഗാണ് വരുന്നത് ആ ഫീലിംഗ് തന്നെയാണ് കുഞ്ഞിലേക്കും വരിക. അപ്പം നമ്മൾ എന്ത് സംഭവിച്ചാലും ചുറ്റുപാട് എന്തൊക്കെ സംഭവിച്ചിരുന്നാലും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളതൊന്നും മൈൻഡ് ചെയ്യാതിരിക്കുക. മറ്റുള്ളവർ എന്തെല്ലാം സംസാരിച്ചോട്ട് നമ്മളതൊന്നും മൈൻഡ് ചെയ്യാതിരിക്കുക. നമ്മൾ നമ്മൾ പോസിറ്റീവായിട്ട് മാത്രം നമ്മുടെ കുഞ്ഞിനെ പറ്റി മാത്രം ചിന്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ കുഞ്ഞും ഹാപ്പി ആയിട്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല മ്യൂസിക് കേൾക്കാം. അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് വെറുതെ എന്താ പറയുക എന്തെങ്കിലും എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്നതാണ് എപ്പോഴും നല്ലതെന്ന് വെച്ച് എന്താ പറയുക ഭയങ്കര ആക്ടിവിറ്റീസ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാട്ട് കേൾക്കുക. അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ കഥ വായിക്കാം. അങ്ങനെ എന്ത് വേണമെങ്കിലും ഒക്കെ. അപ്പോൾ അതാകുമ്പോഴത്തേക്കും കുറച്ചും കൂടി നല്ലതായിരിക്കും തോന്നുന്നു. മ്യൂസിക്കൊക്കെ കുഞ്ഞുങ്ങളെ കേൾപ്പിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അത് പിന്നെ വേണമെങ്കിൽ പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ ആ സമയത്തെന്ന് പറയുമ്പോൾ പലതരം ഫീലിങ്സ് ആയിരിക്കും. നീ എല്ലാം സ്മൂത്തായിട്ട് തന്നെ എനിക്ക് പോവുക, എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ എന്നൊക്കെ ആങ്ഷ്യസും ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് അല്പം മെഡിറ്റേഷനും പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ദിവസം ഒരു 10-15 മിനിറ്റെങ്കിലും വെറുതെ ഒരു റിലാക്സിങ് മ്യൂസിക് ഇട്ട് കണ്ണടിച്ചിരുന്ന് നോക്കാം. മറ്റുള്ള ചിന്തകൾ നല്ല മാറി നല്ല കണ്ണടിച്ച് പോസിറ്റീവ് വൈബോടോട് ചിന്തിച്ചിരിക്കുക. അപ്പോൾ ചിലപ്പോൾ നിങ്ങളെല്ലാം മൈൻഡെല്ലാം കൂളായിട്ട് വരുന്നത് കാണാം. അപ്പോൾ ഒരു പോസിറ്റീവ് ഒരു ഹോപ്പ് നമ്മുടെ മനസ്സിൽ വന്ന് നിറയുന്നതായിട്ട് കാണാം. അപ്പോൾ നമുക്ക് എന്താ പറയുക നമ്മളെപ്പോഴും ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ പറ്റി മാത്രം ചിന്തിക്കുക എന്നുള്ളതാണ്. നമുക്കതാണ് കിട്ടാൻ പോകുന്ന ഏറ്റവും സ്വീറ്റസ്റ്റ് ഗിഫ്റ്റ്. അപ്പോൾ അത് മാത്രം ചിന്തിക്കുക. പിന്നെ നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴേ ഡെലിവറി എങ്ങനെയായിരിക്കും എന്നോർത്ത് ടെൻഷൻ അടിക്കാതിരിക്കുക. അത് നമ്മൾ എല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കുക. എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മൾ നല്ല കൂളായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പം മിസ്കാരേജ് എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവത്തില്ല. അങ്ങനെ നമ്മൾ ഉറച്ച് വിശ്വസിക്കണം. നമ്മൾ പേടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല. നമ്മൾ മൈൻഡ് എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. എന്തായാലും മദർഹുഡ് എന്നുള്ള ഫീലിംഗ് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റട്ടെ. ബേബീസ് ഒരു സ്വീറ്റസ്റ്റ് ഗിഫ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ നിർത്തുന്നു. അപ്പോൾ ഓക്കെ, വാച്ചിങ്.